നിത്യവും നനച്ചു കൊടുക്കേണ്ട ചെടി പോലെയാണ് ബന്ധങ്ങൾ. ഇടയ്ക്കിടയ്ക്ക് അവയ്ക്ക് ആവശ്യമുള്ള പരിചരണം നൽകിയില്ല എങ്കിൽ വാടിപ്പോകുന്നതാണ്. ജീവിതത്തിലെ പ്രശ്നങ്ങളല്ല, പ്രശ്നങ്ങളോട് നമ്മൾ പ്രതികരിക്കുന്ന രീതിയാണ് നമ്മുടെ വിജയവും പരാജയവും തീരുമാനിക്കുന്നത്. പ്രയോജനമില്ലാത്ത കാര്യങ്ങൾക്കായി ഇല്ലാത്ത പണം ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് മുന്നിൽ പൊങ്ങച്ചം കാണിക്കുന്നതിലൂടെ ആളുകളെ ആകർഷിക്കുന്നു എന്ന് കരുതരുത്. എന്തെങ്കിലും നേട്ടം പ്രതീക്ഷിക്കാതെ മറ്റൊരാൾക്കും നിങ്ങളെ ആവശ്യമില്ല എന്ന സത്യം മനസ്സിലാക്കുക. തെറ്റാണെന്ന് മനസ്സിലായിട്ടും ന്യായീകരിക്കുന്ന വ്യക്തിയോട് തർക്കിക്കാൻ നിൽക്കരുത്. കാരണം ആ വ്യക്തിയുടെ മനസ്സിൽ ഞാൻ എന്ന ഭാവം ഉള്ള കാലത്തോളം ആ വ്യക്തിയുടെ ശരികളെല്ലാം ആ വ്യക്തി തന്നെയായിരിക്കും. ആരിൽ നിന്നും അധികമൊന്നും ആഗ്രഹിക്കാതിരിക്കുക എന്നതാണ് നമുക്കും നമ്മുടെ മനസ്സിനും നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം. നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ നിങ്ങൾ കണ്ണടയ്ക്കരുത്. അത് നിങ്ങളെ ഒന്നുമല്ലാതെയാക്കും. നിങ്ങളുടെ കണ്ണുകൾ തുറന്ന് പ്രവർത്തിക്കുക. നിങ്ങൾ വിചാരിച്ചത് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. വേദനയുടെ ആഴമറിഞ്ഞവർക്ക് യഥാർത്ഥ സ്നേഹത്തിൻ്റെ വില അറിയാം. അവർക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയും. പക്ഷെ അങ്ങനെയുള്ളവരെ സ്നേഹിക്കാൻ ആരും ഉണ്ടാവില്ല. എല്ലാ സത്യങ്ങളും 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ആദ്യം അവഹേളിക്കപ്പെടും. രണ്ടാമത്തേത് ശക്തമായി എതിർക്കപ്പെടും. മൂന്നാമത് അത് സ്വയം പ്രത്യക്ഷമായതുപോലെ അംഗീകരിക്കപ്പെടും. നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് മുൻപ് തന്നെ അത് ആരോടെങ്കിലും പങ്കുവച്ചാൽ അതിലേക്ക് എത്തിച്ചേരേണ്ട സാധ്യത കുറയുന്നു. കാരണം ലക്ഷ്യത്തിലേക്കുള്ള നിങ്ങളുടെ പ്രചോദനവും ജിജ്ഞാസയും കുറഞ്ഞു പോകുന്നു. നക്ഷത്രങ്ങൾ പോലെയാണ് നല്ല സുഹൃത്തുക്കൾ. അവരെ എപ്പോഴും കാണണമെന്നില്ല. എങ്കിലും നമ്മുടെ നല്ലതിനു വേണ്ടി അവർ കൂടെയുണ്ടാകും എന്നത് തീർച്ചയാണ്. എപ്പോഴും വേദനിക്കുന്ന ഹൃദയം പെട്ടെന്നൊന്നും തകരില്ല. എല്ലാ ദുഃഖങ്ങളെയും അതിജീവിക്കാൻ അത് കരുത്ത് നേടിയിരിക്കും. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒരുപാട് വേദനകൾ ഉണ്ടായിട്ടും ഒരുപാട് പേർ ഇന്നും പുഞ്ചിരിയോടെ ജീവിക്കുന്നത്. ജീവിതം വെച്ച് നീട്ടുന്ന എല്ലാ പ്രതിസന്ധികളെയും നേരിടാനുള്ള ശക്തി സ്വയം ആർജിച്ചെടുക്കുക. എന്ത് സംഭവിച്ചാലും മുന്നോട്ട് ജീവിക്കുമെന്ന് ദൃഢനിശ്ചയം എടുക്കുക. ആരെയെങ്കിലും സഹായിക്കാൻ ഒരു അവസരം കിട്ടിയാൽ നല്ല മനസ്സോടെ സഹായിക്കുക. നമുക്ക് ഒരു ആവശ്യം വരുമ്പോൾ നമ്മെ സഹായിക്കാനായി ഒരാളെയെങ്കിലും ദൈവം ഒരുക്കുമെന്ന് ഉറപ്പാണ്. ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിക്കാൻ 1000 ബന്ധങ്ങൾ ആവശ്യമില്ല. നിങ്ങളെ ആത്മാർത്ഥമായി മനസ്സിലാക്കുന്ന ഒരാൾ മതിയാകും. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ആസ്വദിച്ചും വളരെ സന്തോഷത്തോടെയും ചെയ്യാൻ കഴിയുന്ന ആ നിമിഷം നിങ്ങളുടെ വിജയത്തിലേക്കുള്ള സുന്ദരമായ വാതിൽ തുറക്കപ്പെട്ടു കഴിഞ്ഞു. നല്ല ചിന്തകൾ കൊണ്ടും നല്ല സംസ്കാരം കൊണ്ടുമാണ് ഒരു മനുഷ്യൻ വലിയവൻ ആകുന്നത്. പണം ഏത് ചീത്ത മാർഗത്തിലൂടെയും സ്വന്തമാക്കാം. നിങ്ങൾ സന്തോഷവാനായിരിക്കുമ്പോൾ വാഗ്ദാനങ്ങൾ നൽകരുത്. നിങ്ങൾ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ മറുപടി പറയരുത്. നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ തീരുമാനങ്ങൾ എടുക്കരുത്. ദുഃഖം നിന്നിലാണ്. ദുഃഖകാരണവും നിന്നിൽ തന്നെയാണ്. ദുഃഖത്തിൽ നിന്നും സന്തോഷത്തിലേക്കുള്ള വഴിയും നിന്നിൽ തന്നെ. ജീവിത ചുറ്റുപാടുകളിൽ കടന്നുപോയ വഴികളും വേദനയേറിയ അനുഭവ പാഠങ്ങളും തീരാത്ത നഷ്ടവും കൊഴിഞ്ഞുപോയ സമയവുമെല്ലാം വലിയ പാഠങ്ങളാണ്. ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയാത്ത വലിയ ജീവിത പാഠങ്ങൾ. സ്വയം തീരുമാനങ്ങൾ എടുക്കുക. എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക. മറ്റുള്ളവരുടെ കയ്യിലെ കളിപ്പാവകൾ ആവാതിരിക്കുക. കഴിയുന്നതും ആരുമായും കടപ്പാടുകളിൽ ഏർപ്പെടരുത്. ഒരിക്കൽ അതൊക്കെ നമുക്കെതിരെയുള്ള ആയുധങ്ങളായി മാറും.